വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ മലേശമംഗലം HLP സ്കൂളിന് ഹാട്രിക് വിജയം. 76 വിദ്യാലയങ്ങൾ മാറ്റുരച്ച കലോത്സവത്തിൽ തുടർച്ചയായി മൂന്നാം തവണയും മലേശമംഗലം HLP സ്കൂൾ ഒന്നാം സ്ഥാനം നേടി ചരിത്ര വിജയം സ്വന്തമാക്കി. ജനറൽ വിഭാഗത്തിൽ പങ്കെടുത്ത 13 ഇനങ്ങളിൽ 65 പോയിന്റും അറബി കലോത്സവത്തിൽ എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡും നേടി 45 പോയിന്റും സ്കൂൾ കരസ്ഥമാക്കി. അറബി, കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ് പദ്യം ചൊല്ലലിൽ വിദ്യാർത്ഥികൾക്ക് ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചു. കൂടാതെ മലയാളം അഭിനയ ഗാനത്തിൽ ഇദ്ശ്രീ പാണ്ഡ എന്ന ഒറീസ ബാലിക ഒന്നാം സ്ഥാനം നേടിയത് ഏറെ അഭിമാനാർഹമാണ്. തമിഴ് പ്രസംഗം, കന്നഡ പദ്യം, അറബി അഭിനയഗാനം എന്നിവയിൽ കുട്ടികൾ ഒന്നാം സ്ഥാനം നേടുകയും ഭരതനാട്യം, സംഘഗാനം, ലളിതഗാനം എന്നിവയിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ വിജയാഘോഷം തിരുവില്ലാമല ടൗണിൽ നടന്നു. തിരുവില്ലാമല ടൗണിൽ നിന്ന് പഞ്ചായത്തിലേക്ക് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ തിരുവില്ലാമല പഞ്ചായത്ത് അധികൃതരും സന്തോഷം പങ്കിട്ടു. തുടർന്ന് വിദ്യാലയത്തിന് സ്നേഹോപഹാരം നൽകി. പഞ്ചായത്തിന്റെ പ്രത്യേകമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, ടീച്ചർമാരോടൊപ്പം തന്നെ അവർ രക്ഷിതാക്കളുടെയും കൂടെ എഫർട്ട്, അതിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന PTA ഭാരവാഹികൾ, അതെല്ലാ ഘടകങ്ങളും കൂടി ഒത്തുകൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വിജയം ഇത്രയും ഉജ്ജ്വലമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് ജനിച്ചു വളർന്ന് ഒഡിയ അല്ലേ, അതല്ലേ ഭാഷയുടെ പേര്, അത് സംസാരിച്ച് ശീലിച്ച ഒരു കുട്ടി ഇത്ര സ്ഫുടമായിട്ട് മലയാളം പറയുക എന്നുള്ളത് വളരെ എന്താ പറയുക, അസാധ്യം തന്നെയാണ് ശരിക്കും. പല പിള്ളേർക്ക് ആദ്യം വേറെ ഭാഷ സംസാരിച്ചിട്ട് പിന്നെ മലയാളം സംസാരിക്കുമ്പോൾ എല്ലാ വേർഡ്സൊന്നും കൃത്യമായിട്ട് കിട്ടില്ല, അക്ഷരങ്ങൾ കൃത്യമായിട്ട് കിട്ടില്ല. നമ്മൾ ലായും രായും ഒക്കെ മറ്റ് സംസ്ഥാനക്കാർക്കൊന്നും ഇതുപോലെ കൃത്യമായിട്ട് കിട്ടില്ല. എന്തായാലും ആ മോളോടൊക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ആ കുട്ടി എല്ലാവരും മിടുക്കരാണ്, പക്ഷേ ആ കുട്ടിക്ക് അന്യ സംസ്ഥാനത്ത് നിന്നായിട്ട് മലയാളം എത്ര നന്നായി കൈകാര്യം ചെയ്യുന്ന ആ മോൾക്ക് പ്രത്യേക ഒരു ആദരം സെക്രട്ടറി നൽകുന്നതായിട്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവില്ലാമല. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.